തൃശൂർ പാലപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന കൃഷി നശിപ്പിച്ചു. നിരവധി വാഴകളും തെങ്ങുകളും കവുങ്ങുകളും നശിപ്പിച്ചു. രാവിലെ ടാപ്പിംഗിനെത്തിയ തോട്ടം തൊഴിലാളികൾ പടക്കം പൊട്ടിച്ചാണ് ആനയെ തുരത്തിയത്. സൂരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്. ഇന്നലെയാണ് പാലപ്പള്ളി പുലിക്കണ്ണിയിൽ കടുവ ഇറങ്ങിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് പുലർച്ചയോടുകൂടി വീണ്ടും ഈ മേഖലയിൽ കാട്ടാന കൂടി എത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന പാലപ്പള്ളി പുലിക്കണ്ണിയിലാണ്. ഇവിടെ വ്യാപകമായ കൃഷിനാശമാണ് ഈ കാട്ടാനക്കൂട്ടം വരുത്തിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഈ മേഖലയിലേക്ക് കാട്ടാന എത്തുന്നത്. പിന്നീട് വ്യാപകമായി കൃഷി നശിപ്പിക്കുകയായിരുന്നു. രാവിലെ ഇവിടെ എത്തിയ ടാപ്പിംഗ് തൊഴിലാളികളാണ് പിന്നീട് ഈ പടക്കം പൊട്ടിച്ച് ആനയെ തുരത്തിയതെന്നുള്ളതാണ് പറയുന്നത്. തുടർച്ചയായി ഈ മേഖലയിലേക്ക് കാട്ടാന ഇറങ്ങിയതോടുകൂടി ജീവിതം തന്നെ ദുസ്സഹമാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്താ ചേട്ടാ ഇവിടുത്തെ ഒരു അവസ്ഥ? ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം സ്ഥിരമായിട്ട് ആന ഇറങ്ങി എന്നും കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ പരാതിപ്പെട്ടും അടുത്തു. ഫോറസ്റ്റുകാർ വരും, നോക്കും, അവർ പരാതി കൊടുക്കാൻ പറയും. തിരിച്ച് യാതൊരു പ്രതിഫലവും ഞങ്ങൾക്ക് കിട്ടാറില്ല. ആന ഫെൻസിങ് ഇടാൻ പറഞ്ഞു. ഞങ്ങൾ പല പ്രാവശ്യം അപേക്ഷ കൊടുത്തു, വന്ന് അളന്ന് പോയിട്ടും ഇന്ന് വരെ ഫെൻസിങ്ങിനെ കുറിച്ച് ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇത് ഇവിടെ ഈ നാട്ടുകാർ ഇവിടുന്ന് ഇട്ടെറിഞ്ഞ് പോകണമെന്നുള്ളതാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് ഒരു തീരുമാനം. ഫോറസ്റ്റുകാർക്ക് കാട്ടുമൃഗങ്ങൾ മതി, ജനങ്ങൾ വേണ്ട എന്നുള്ളതാണ് അവരൊരു തീരുമാനം. കാരണം പറഞ്ഞാൽ ഇപ്പോൾ ഈ ആന വന്ന ആനയൊന്ന് ഓടിച്ചു, ഒരു കല്ലെടുത്തെറിഞ്ഞാൽ അവരുടെ പേരിൽ കേസായി. സൂരജ് സജി വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തൃശൂർ പാലപ്പിള്ളിയിലാണ് കടുവാപ്പേടിക്കു പിന്നാലെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം എത്തി വ്യാപകമായി കൃഷി നശിപ്പിച്ചിരിക്കുന്നത്.